ഏഴ് അമ്മ ദൈവങ്ങൾ സപ്തമാതാക്കളിൽ ഒന്ന് പ്രധാനപ്പെട്ടതാണ് ഈ വാരാഹി ദേവി. അങ്ങനെയുള്ള ദൈവങ്ങളിൽ അമ്മ ദൈവങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കുന്നുണ്ടോ സ്മരിക്കുന്നുണ്ടോ പ്രശ്നമില്ല. പക്ഷേ ദേവി ഉപാസിക്കുക, ദേവിയുടെ മൂലമന്ത്രത്തെ നിരന്തരമായിട്ട് ചൊല്ലുക എന്നുള്ളത് നിങ്ങൾ ചെയ്യാൻ പാടില്ല. അതൊരു ഗുരുവിൻ്റെ ദീക്ഷയില്ലാതെ, ഗുരുവിൻ്റെ അനുവാദമില്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ല. പൂർവ്വജന്മ സുഹൃതമായിട്ട് കിട്ടേണ്ട, ഉപാസിക്കേണ്ട ഒരു മൂർത്തിയാണ് സാക്ഷാൽ വാരാഹി ദേവി. വാരാഹി ദേവി, പ്രത്യങ്കിരി, കാലഭൈരവൻ ഇവരെല്ലാം കുറച്ച് രൗദ്രഭാവത്തിലുള്ളതാണ്. നമുക്ക് ഇതിൻ്റെ എനർജി ഫോം ഉള്ളിലേക്ക് വന്നു തുടങ്ങിയാൽ, പ്രസൻസ് ഫീൽ തുടങ്ങിയാൽ, നമുക്ക് അനുഭവിച്ചു തുടങ്ങിയാൽ ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മൾ വിചാരിക്കും താങ്ങാമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇത് നിങ്ങൾക്ക് ചിന്തിക്കുന്നതിന് അപ്പുറമാണ്. അതുകൊണ്ട് ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം വേണം. പൂർവ്വജന്മ സുഹൃതമായിട്ട് കിട്ടേണ്ടതാണ്. ഉപാസിക്കുമ്പോൾ മൂലമന്ത്രമൊക്കെ ചൊല്ലുമ്പോൾ ദേവിയെ രാവിലെ ചൊല്ലാൻ പാടില്ല. രാത്രി 8 മണിക്ക് ശേഷമാണ് ദേവി ശക്തി ആർജിക്കുന്ന, ദേവിയുടെ പ്രസൻസ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ആ സമയത്താണ് ഉപാസകർ ചെയ്യേണ്ടത്. അത് ഗുരുവിൻ്റെ സാന്നിധ്യത്തോടു കൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് സാധാരണക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും ദേവിയെ പ്രാർത്ഥിക്കാം, സ്മരിക്കാം.